കാര്യമായിട്ടുള്ള കോളിലും തിരക്കിലാന്ന് തോന്നുന്നു. ആണോ? താറാണോ? ഇരുന്നാലോ? ഓക്കെ. വണ്ടിപ്രാന്ത് ഇപ്പൊ ഈടായിട്ട് കുറച്ച് കൂടുതലാണല്ലോ. വണ്ടിയോടുള്ള ഒരു ഭ്രമം, ഒരു പ്രാന്ത് എന്ന് പറയുന്നേക്കാൾ ഉപരി കാറ് നമുക്ക് അത് വല്ലാത്തൊരു ഇതല്ലേ. അതൊരു നമ്മൾ പണ്ട് കാറൊന്നും ഉണ്ടായില്ലോ. ഇപ്പൊ കാറുകൾ കാണുമ്പോൾ ഞാൻ താറാണ് ഉപയോഗിച്ചിരുന്നത്. അതിപ്പോ ഫോർച്യൂണറിലേക്ക് മാറി. ഷിയാസ് കരീമിന്റെ സൗഹൃദം ഏറ്റവും അടുത്ത് കണ്ട ദിവസങ്ങളായിരുന്നു ഇപ്പൊ ഈ അടുത്ത്. കാരണം പ്രത്യേകിച്ച് ബിഗ് ബോസ് വിന്നറായ സമയത്ത് ഒരു പക്ഷേ വിന്നറായി ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആദ്യം പറയേണ്ട പേര് ഷിയാസ് കരീം ആയിരിക്കും. ഞാനത് അനുമോളോടുള്ളൊരു ഇത് പറഞ്ഞാല് എന്റെ സൗഹൃദത്തിനേക്കാൾ ഉപരി എന്റെ ഒരു സിസ്റ്റർഹുഡാണ്. അതാണ് മെയിൻ പറയണ്ടേ. അപ്പൊ അനുമോള് ജയിച്ചതില് സന്തോഷങ്ങൾ ഉപരി നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മുടെ വീട്ടിലൊരാള് ജയിക്കുക എന്നുള്ളാവൂലെ. ശരിക്കും അനുമോള് വിന്നറായില് ഫ്രണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഒരു ബിഗ് ബോസ് വ്യൂവർ എന്നുള്ള രീതിയിലേക്ക് ഏത് പോയിന്റ് അനുമോളിൽ കുറേ ഇഷ്ടമായി? വിന്നർ അവൻ എന്തുകൊണ്ടും ഡിസേർവിംഗ് ആയിരുന്നു തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു അനുമോൾ? ആ ലാസ്റ്റത്തെ ആ ഒരു വീക്കിലാണ് അനുമോള് വിന്നർ ആകുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ സെക്കൻഡോ ഫസ്റ്റോ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ജയിക്കണം സെക്കൻഡോ ഫസ്റ്റ് കൺഫേം 100. ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളാണ് ഗസ്റ്റ്. അപ്പൊ ഞാൻ എഴുതി വെച്ചു മനസ്സിൽ ഫസ്റ്റ് സെക്കൻഡ് അനുമോള് വരും, ടോപ്പ് 2 എന്തായാലും കൺഫേം ആണ്. അത് ഞാൻ എഴുതി വെച്ച കാര്യമാണ്. ജിഞ്ചർ മീഡിയയുടെ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ആണല്ലേ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ജിഞ്ചർ മീഡിയ എല്ലാ പ്രേക്ഷകർക്കും അല്ലേ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് ഹാപ്പി ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്. പേരിലും പ്രൊഡക്റ്റിലും പണ്ടത്തെ ഒരു നമ്മള് പണ്ട് ഹാപ്പി ജാം സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ചൈൽഡ്ഹുഡ് ആണെങ്കിൽ എപ്പോഴെങ്കിലും ഹാപ്പി 90s കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചാൽ ഞാൻ 90s ജനിച്ചാൽ ജാമ് ഭയങ്കര ഹാപ്പി ജാം അന്ന് ഭയങ്കര പരസ്യം ടിവിയില് സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ ഈ ദൂരദർശനില് പരസ്യം ഹാപ്പി ജാം. അതെ, ഇപ്പൊ അത് കുറെ പ്രൊഡക്റ്റ് ആയിട്ട് കയറി ഉണ്ട്. ആൻഡ് പ്രത്യേകിച്ച് നമ്മൾ പറയും എല്ലാവരും ഷൂട്ടും തിരക്കിലൊക്കെയാണ്. നമ്മുടെ ദിനചര്യ അല്ലെങ്കിൽ വർക്ക്ഔട്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ഭയങ്കര കുറച്ച് പേരെ നമ്മളത് റോൾ മോഡൽ കാണാം. ഞാൻ എന്റെ ഹെൽത്ത് നോക്കാറുണ്ട്. കാര്യം ഞാൻ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും നല്ല ഫിറ്റ് ആയിട്ട് മരിച്ചു കിടക്കുന്ന, നാളെ മരിച്ചാലും എന്ന് മരിച്ചാലും ഫിറ്റ് ആയിട്ട് മരിക്കുക. അപ്പൊ ശരീരത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിൽ പറ്റിയൊരു ഗിഫ്റ്റ് കൂടെ ഞാൻ തരട്ടെ. എന്താണ്? സോ അല്ലെ, എന്തായാലും ഷുഗർ കട്ടായിരിക്കും. നോ ഷുഗർ ആയിട്ട് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹാപ്പിയുടെ പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ അടിപൊളിയാണ്. പീനട്ട് ബട്ടർ നല്ലതാണ്. ഏറ്റവും ഗുണമുള്ള കാര്യം പീനട്ട് ബട്ടർ നല്ലതാണ്. കാര്യം ഹെൽത്തിന് വളരെ നല്ല സാധനമാണ്. കാര്യം അപ്പൊ ഇതുപോലെ ഫിറ്റ്നസ് ഫ്രീക്ക് ആയി പോട്ടെ. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഞാൻ അടുത്ത നമ്മൾ ഡിഫൻഡർ ആയിട്ട് നമ്മൾ കാണും. താങ്ക് യു സോ മച്ച്.